ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കിടിലൻ മട്ടൻ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയും, പക്ഷെ പലരും പല സ്റ്റൈലിലായിരിക്കും ഓരോ കറികളും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതിൻ്റെയും ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞാനിവിടെ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പൂണൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതൽ ഇടണം. ഇതിലേക്ക് പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ആട്ടോ ഒന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് 1 സ്പൂണ്. പിന്നെ 2 ഏലക്കായ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ തൈര് പിന്നെ പുളി ഇല്ലല്ലോ, അതുകൊണ്ട് 1.5 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നാട്ടിലത്തെ തൈരൊക്കെ പുളിയുള്ള കാരണം ഒരു 1/2 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചതാണ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിട്ടോ. അത് ഞാനവിടെ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള അരപ്പിനുള്ളത് റെഡിയാക്കാം. ഇവിടെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, ചുവന്നുള്ളി, കുരുമുളക് പൊടിച്ചത് ആണെങ്കിൽ അത് മതി കേട്ടോ. പിന്നെ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ ആദ്യം ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വേപ്പില. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് സാദാ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ബിരിയാണി മസാല ഉണ്ടല്ലോ, ഏതിൻ്റെ ആയാലും മതി, അതൊരു കയ്യിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിലല്ലെങ്കിൽ 1.5 കയ്യിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് കേട്ടോ. ഇഷ്ടമുള്ള ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കരുത്. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്നുള്ളി, വറ്റൽമുളകൊക്കെ ഇല്ലേ, അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് മട്ടൻ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. അത് ഓരോ മട്ടൻ്റെയും വേവ് അനുസരിച്ച് വിസിലടിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 5 വിസിലടിച്ചപ്പോഴത്തേനും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പൈസസും അതുപോലെ തന്നെ മീഡിയം സൈസ് തക്കാളി 1 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് സൈസ് സവാള, പിന്നെ 2 പച്ചമുളക് നടുകീറിയിട്ടിട്ടുണ്ട്. പിന്നെ പാൻ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പൈസസൊക്കെ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മട്ടൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ടാണ് 1 സവാള എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവുകളും കൂട്ടണം കേട്ടോ. ഇനി സവാള ഒന്ന് വാടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് വേഗം ആയി കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ മട്ടന് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളെ മട്ടൻ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഈ ഒരു മട്ടൺ റെസിപ്പിക്ക് ടേസ്റ്റ് നൽകുന്നത്. ഈ അരപ്പൊരു ഡിഫറെൻറ്റ് സ്റ്റൈലായത് കാരണമാണ് ഞാൻ പറഞ്ഞത്. വളരെ ടേസ്റ്റാണിന്ന്. ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ മട്ടൻ ഓൾറെഡി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിളപ്പിച്ചെടുക്കൽ മാത്രം മതി. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വെള്ളം, അതായത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് വഴിയാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.